Hello, welcome to a new video where will be discussing the work The First Performance by Ilango Adigal. Ilango Adigal was a poet, a Jain monk, and a Chera prince. He is widely regarded as the author of Silapadikaram or Chilapadikaram, as it is known, one of Tamil literature's 5 great epics. He is considered to be one of Cheranad's best poet, and in the epic poem, that is the epic poem's prologue, he identifies himself as the brother of the great Chera monarch Senguttuvan. ഫസ്റ്റ് പെർഫോമൻസിൻ്റെ ഒരു സമ്മറിയിലേക്ക് പോകുന്നതിന് മുമ്പ് അത് ചിലപ്പതികാരത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ് വരുന്നത്. ചിലപ്പതികാരത്തിൽ പറയുന്ന മാധവി എന്നൊരു ക്യാരക്ടറിൻ്റെ ഒരു ഒരു ഇൻട്രഡക്ഷൻ, മാധവിയെക്കുറിച്ചാണ് ഫസ്റ്റ് പെർഫോമൻസ് പറയുന്നത്. അപ്പോൾ അതിനു മുമ്പ് ബാക്ക്ഗ്രൗണ്ടായിട്ട് ആരാണ് മാധവി എന്നും ആരാണ് ചിലപ്പതികാരത്തിൻ്റെ ക്യാരക്ടേഴ്സ് എന്നും ആ ഒരു സ്റ്റോറി അറിഞ്ഞിരിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് ചിലപ്പതികാരത്തിൻ്റെ ഒരു ഷോർട്ട് സമ്മറി നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് ദ ഫസ്റ്റ് തമിഴ് എപ്പിക് ആൻഡ് a poem written nearly entirely in Agaval meter. It talks about the sad story, the love story of Kannagi and her husband Kovalan. കണ്ണകിയും കോവലനുമാണ് ഇവിടുത്തെ മെയിൻ ക്യാരക്ടേഴ്സ് ചിലപ്പതികാരത്തിലേത്. അവർ ചോല നഗരത്തിൽ താമസിക്കുന്നവരായിരുന്നു. സമയം പോയപ്പോഴേക്കും കോവലന് മാധവി എന്നുള്ളൊരു അവിടുത്തെ കോർട്ടിസനുമായിട്ട്, അവിടുത്തെ ഒരു നർത്തകിയുമായിട്ട് പ്രണയത്തിലാവുകയും കണ്ണകി ഉപേക്ഷിച്ചുകൊണ്ട് മാധവിയുടെ കൂടെ താമസിക്കുകയും ചെയ്യുന്നുണ്ട്. തൻ്റെ സ്വത്തെല്ലാം കോവലൻ മാധവിയുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി ചിലവാക്കുന്നു. കണ്ണകി ഷീ ഈസ് ദ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ദി വേർച്വസ് വൈഫ് അറ്റ് ദാറ്റ് ടൈം. ഒരു പതിവ്രതയായ ഭാര്യ ആയതിനാൽ കോവലന് വേണ്ടി കണ്ണകി കാത്തിരിക്കുന്നുണ്ട്. പിന്നെ സംഭവിക്കുന്നത് അവിടെ ഒരു ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്. ഫെസ്റ്റിവൽ ഒരു പാട്ട് മത്സരം നടക്കുകയും കോവലൻ ഒരു പാട്ട് പാടുന്നത് തൻ്റെ പ്രണയിതാവിനെ ചതിച്ച ഒരു സ്ത്രീയുടെ ഒരു പാട്ടാണ് കോവലൻ പാടുന്നത്. മാധവിയാണെങ്കിലോ ഒരു പ്രണയിനിയെ ചതിച്ച ഒരു പുരുഷൻ്റെ പാട്ടാണ് പാടുന്നത്. ഇരുവരും പരസ്പരം ആ ഒരു പാട്ട് കേട്ട് പരസ്പരം തെറ്റിദ്ധരിക്കുന്നു. അങ്ങനെയുള്ളൊരു രീതിയിൽ അവർ തമ്മിൽ വേർപിരിയുന്നു. തിരിച്ച് കോവലൻ കണ്ണകിയുടെ അടുത്തേക്ക് വരുന്നു. കണ്ണകി ഭർത്താവിനെ സ്വീകരിക്കുന്നു. പിന്നീട് അവർ രണ്ടുപേരും മധുരയിലേക്ക് യാത്ര തിരിക്കുന്നു. കോവലൻ്റെ കയ്യിൽ സ്വത്തൊന്നുമില്ല. അതിനാൽ അവർ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ കണ്ണകിയുടെ പാദസരം, അതിൻ്റെ അകത്ത് പവിഴങ്ങളാണ് നിറച്ചിരിക്കുന്നത്. ആ ഒരു പാദസരം കോവലൻ്റെ കൈ കൊടുത്തിട്ട് അത് കൊണ്ടുപോയി വിറ്റ് ആ ഒരു പൈസ കൊണ്ട് പുതിയൊരു ജീവിതം ആരംഭിക്കാമെന്ന് പറയുന്നു. അതുപോലെ കോവലൻ മധുര നഗരത്തിലെ ഒരു വ്യാപാരിയുടെ അടുത്ത് പോയി ഇത് വിൽക്കാൻ ശ്രമിക്കുന്നു. അവിടെ നടക്കുന്നത്? മധുര നഗരത്തിലെ രാജ്ഞിയുടെ പാദസരവും മോഷ്ടിക്കപ്പെട്ട ഒരു സമയമായിരുന്നു അത്. അപ്പോൾ രാജ്ഞിയുടെ പാദസരവും കണ്ണകിയുടെ പാദസരവും തമ്മിൽ നല്ലൊരു സാമ്യമുള്ളതിനാൽ ഈ വ്യാപാരി തെറ്റിദ്ധരിക്കുന്നു. അതായത് കോവലൻ രാജ്ഞിയുടെ പാദസരം മോഷ്ടിച്ചു കൊണ്ടുവന്ന് വിൽക്കാൻ ശ്രമിക്കുന്നു എന്നൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് വ്യാപാരിക്കുണ്ടാകുന്നു. അങ്ങനെ വ്യാപാരി കോവലനെതിരെ പരാതിപ്പെടുകയും കോവലനെ തടവിലിട്ട് യാതൊരു ചോദ്യങ്ങളും കൂടാതെ വധശിക്ഷയ്ക്ക് വിധിക്കുന്നു. കോവലൻ തിരിച്ച് വീട്ടിൽ വരാതിരുന്ന സമയമായപ്പോഴേക്കും കണ്ണകി അന്വേഷിച്ചു പോവുകയും എന്താണ് യഥാർത്ഥത്തിൽ ഉണ്ടായതെന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നു. കണ്ണകി രാജകൊട്ടാരത്തിലേക്ക് വരികയും കണ്ണകിയുടെ കയ്യിൽ മറ്റ് പാദസരമുണ്ട്. ഒരു പാദസരം മാത്രമാണ് കോവലൻ കൂടെ കൊണ്ടുപോയത്. രണ്ടാമത്തെ പാദസരം കണ്ണകിയുടെ കയ്യിലുള്ളതുകൊണ്ട് അത് പൊട്ടിച്ച് കാണിക്കുന്നുണ്ട്. കണ്ണകിയുടെ പാദസരത്തിനുള്ളിൽ പവിഴങ്ങളാണ്, രാജ്ഞിയുടെ പാദസരത്തിനുള്ളിൽ മുത്തുകളാണ്. അപ്പോഴാണ് ശരിക്കും കോവലൻ കൊണ്ടുവന്ന പാദസരവും അവർ പൊട്ടിച്ചു നോക്കുന്നത്. അപ്പോൾ അതിൽ പവിഴങ്ങളാണ്. അതോടെ മനസ്സിലായി രാജ്ഞിയുടെ പാദസരമല്ല കോവലൻ്റെ കയ്യിലുണ്ടായിരുന്നതെന്നും ഇതെല്ലാം ഒരു തെറ്റിദ്ധാരണയാണെന്നുള്ളൊരു യാഥാർത്ഥ്യം മനസ്സിലാവുന്നു. കഥയിൽ പറയുന്നത് രാജാവും രാജ്ഞിയും ആ ഒരു
കുറ്റബോധം കൊണ്ട് ഹൃദയം പൊട്ടി മരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അതുപോലെ കണ്ണകി മധുര നഗരം ചുട്ടു ചാമ്പലാവട്ടെ എന്ന് ശപിക്കുന്നുണ്ട്. ആ ഒരു ശാപം മൂലം മധുര നഗരം ചുട്ടെരിക്കപ്പെടുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതിനുശേഷം കണ്ണകി എന്താണ് ചെയ്തതെന്നുള്ളൊരു കാര്യം അത് 2 രീതിയിൽ പറയപ്പെടുന്നുണ്ട്. ഹിയർ ഇൻ ദ നോട്ട്സ് ഇറ്റ് ഇസ് സെഡ് ദാറ്റ് കണ്ണകി ഹാസ് ഗോൺ ടു ഹെവൻ വിത്ത് ഗോഡ് ഇന്ദ്ര ആൻഡ് ദ കിങ് ചേരൻ ചെങ്കുട്ടുവൻ ആൻഡ് ദ റോയൽ ഫാമിലി ഓഫ് ദി ചേര കിങ്ഡം ലേൺസ് അബൌട്ട് ഹർ, resolves to build a temple with Kannagi as the featured goddess. They go to the Himalayas, bring a stone, carve her image and call her goddess Patini, dedicate a temple, order daily prayers and perform a royal sacrifice. This is one version of the story. ഞാൻ കേട്ടിട്ടുള്ള ഐതിഹ്യം എന്ന് പറയുന്നത് കണ്ണകി ഇതിന് ശേഷം കൊടുങ്ങല്ലൂരിലേക്ക് പോവുകയും ഒരു പെൺകുട്ടിയുടെ രൂപം ധരിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് കിള്ളിയാറിൽ നിൽക്കുകയാണ്. ആ സമയം മുള്ളുവൻ വീട്ടിൽ കാരണവർ ആ വഴി വരികയും കാരണവരോട് ഈ ഒരു പെൺകുട്ടി ചോദിക്കുകയാണ്, എന്നെ അക്കരയിലേക്ക് കൊണ്ടാക്കാമോ എന്ന് ചോദിക്കുമ്പോൾ കാരണവർ അതുപോലെ അക്കരയ്ക്ക് കൊണ്ടാക്കി തൻ്റെ തറവാട്ടിലേക്ക് കൂടെ കൊണ്ടുപോവുകയാണ്. പക്ഷെ വഴിക്ക് വെച്ച് ഈ ഒരു പെൺകുട്ടി അപ്രത്യക്ഷയാവുന്നു. ആ രാത്രി കാരണവരുടെ സ്വപ്നത്തിൽ ഈ പെൺകുട്ടി വന്നിട്ട് കണ്ണകി ചരിത്രം പറയുകയും തറവാട്ടിൻ്റെ അടുത്ത് കാവിൽ 3 സ്വർണ്ണ വരകൾ കാണാൻ പറ്റുമെന്നും ആ സ്വർണ്ണ വര കാണുന്നിടത്ത് ഒരു ക്ഷേത്രം പണിഞ്ഞ് ആ ഒരു ദേവീഭാവത്തെ അവിടെ ആവാഹിച്ച് പ്രതിഷ്ഠിക്കണമെന്ന് പറയുന്നുണ്ട്. സ്വപ്നത്തിൽ പറയുന്നത് പോലെ തന്നെ കാവിൽ ആ ഒരു സ്വർണ്ണ വര കാണുകയും കാരണവർ അവിടെ ഒരു ക്ഷേത്രം പണിത് കണ്ണകി ദേവീഭാവത്തെ ആവാഹിച്ച് അവിടെ പ്രതിഷ്ഠിക്കുകയും ചെയ്യുന്നു. ആ ഒരു ക്ഷേത്രമാണ് നമ്മൾ ഇന്ന് അറിയപ്പെടുന്ന ആറ്റുകാൽ ക്ഷേത്രം എന്നാണ് ഒരു ഐതിഹ്യമുള്ളത്. ആറ്റുകാൽ പൊങ്കാലയുടെ ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറിയും ഒരു ഐതിഹ്യവും കണ്ണകി ചരിത്രം തന്നെയാണ്. അപ്പോൾ കണ്ണകി ആയിട്ടുള്ള ചിലപ്പതികാരത്തിലെ നർത്തകിയായിട്ടുള്ള മാധവിയാണ് നമ്മുടെ ഫസ്റ്റ് പെർഫോമൻസ് എന്നൊരു ഈ വർക്കിലെ, അതായത് ഇളങ്കോ അടികൾ എഴുതിയിട്ടുള്ള ഈ ഒരു പോയത്തിലെ മെയിൻ ക്യാരക്ടർ, പ്രൊട്ടാഗണിസ്റ്റ്. മാധവിയുടെ എങ്ങനെയാണ് ഒരു നർത്തകി എന്നുള്ളൊരു ജീവിതയാത്രയുമാണ് ഈ ഒരു പോയത്തിൽ കൂടുതലും പറയുന്നത്. So the first stanza itself introduces her as this divine lineage of the Apsaras. അതായത് ദുർവാസാവാണെന്ന് തോന്നുന്നു. ഐ എം സോറി ഇഫ് ഐ എം മിസ്റ്റേക്കൺ. ഐ തിങ്ക് ഇറ്റ് ഇസ് അഗസ്ത്യ. അഗസ്ത്യ മുനിയുടെ ശാപം കൊണ്ട് ഇന്ദ്രൻ്റെ മകനായിട്ടുള്ള ജയന്തനും ഉർവശിക്കും ശാപം കിട്ടുന്നു. അഗസ്ത്യ മുനിയുടെ ശാപം കിട്ടുന്നു. പക്ഷെ ഉർവശിയുടെ നൃത്തത്തിൽ സന്തോഷവാനായ അഗസ്ത്യ മുനി ആ ഒരു ശാപം പിൻവലിക്കുന്നുണ്ട്. അങ്ങനെ ഉർവശിയുടെ ആ ഒരു ലീനിയേജ്, ഒരു ഡിസെൻഡൻ്റ് ആണ് മാധവി എന്നുള്ളൊരു രീതിയിലാണ് സ്റ്റാൻസ് തുടങ്ങുന്നത്. So that is the divine lineage of Madhavi, her exceptional skills and the guidance of her knowledgeable tutor. And through vivid imagery and poetic devices, the poet conveys the beauty and significance of dance and music in Tamil culture. The poet also highlights the importance of respecting conventions and upholding the artistic heritage passed down through generations. വളരെ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു കഥ പറയുന്ന ഒരു രീതിയിലാണ് ഈ ഒരു പോയം എഴുതിയിട്ടുള്ളത്. ഇതിൽ തന്നെ മാധവി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് തന്നെ വളരെ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടാണ്. ഷീ ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് എ വുമൺ ഓഫ് എക്സെപ്ഷണൽ ബ്യൂട്ടി വിത്ത് ബ്രോഡ് ഷോൾഡേഴ്സ്, കേർലി ഹെയർ ആൻഡ് സ്പില്ലിംഗ് പോളൻ. ആൻഡ് ഷീ ഈസ് ബീൻ ലേണിംഗ് ടു ഡാൻസ് ഫോർ 7 long years. And through that he is talking about the nature of dancing and music. കാരണം പിന്നീട് അങ്ങോട്ട് ട്യൂട്ടറിനെ കുറിച്ചുള്ളൊരു ഡിസ്ക്രിപ്ഷൻ ഉണ്ട്. പോയറ്റിനെ കുറിച്ച്, ആ ഒരു ഡാൻസ് ചെയ്യുന്ന ഒരു കവിത ഉണ്ടാകുമല്ലോ, ഒരു പാട്ടുണ്ടാകും, അത് രചിക്കുന്ന പോയറ്റിനെ കുറിച്ചൊരു സ്റ്റാൻസയുണ്ട്, ഡ്രമ്മറിനെ കുറിച്ചുണ്ട്. സോ ഈ സ്റ്റാൻസ് ഇസ് ഡെഡിക്കേറ്റഡ് ടു നോട്ട് ഓൺലി മാധവി ബട്ട് ഓൾസോ ഹർ ട്യൂട്ടർ, ഹർ ഡാൻസർ, ഹർ പോയറ്റ്, her drummer and everyone involved in the performance.
And Madhavi's divine lineage descending from heavenly nymph symbolizes the celestial connection between art and spiritual realm. And on the other hand, her tutor actually represent the preservation of traditional knowledge and technique, underscoring the importance of passing down cultural heritage from one generation to another. And there are various poetic devices that are used here. For example, we have alliteration, we have repetition and metaphor. All of this add an artistic flourish to the narrative, and it also unveils the captivating tale of Madhavi's journey. And like I said before, it also incorporates elements of mythology because there are references to Agastya's curse and how Madhavi is supposed to be a descendant from the heavenly nymph. And like I said before, there is this powerful connection between art and celestial world. So in conclusion, it is a very masterful celebration of the beauty and grace of dance and music. And we see imagery, we see rhythm and a number of literary devices that is used to express the cultural heritage of Tamil literature. And talking about the main themes, we have talent and artistry. Like I said, Madhavi's exceptional skills and her tutor's expertise highlight the importance of dedication and hard work in mastering a craft. And we have tradition and convention because the poem emphasizes the significance of adhering to traditional convention and rules in dance and music. And the tutor's knowledge of different dance form, music and gestures demonstrate the importance of preserving and respecting cultural heritage. And we also have the theme of lineage and ancestry. The mention of Madhavi's descent from a line of heavenly nymph adds a touch of divine lineage and ancestral pride. And talking about the motive, again we have dance and music. They represent the artistic expression and cultural heritage of Tamil culture. We have mastery and training that underlines the importance of rigorous practice and skilled tutoring to excel in the art. മെയിൻ തീം ആയാലും മെയിൻ മോട്ടീവ് ആയാലും ഇതിൽ പറയുന്നത് എത്രമാത്രം എന്താണ് റിച്ച് ആയിട്ടുള്ളൊരു കൾച്ചറാണ്. തമിഴ് കൾച്ചർ എത്ര റിച്ച് ആയിട്ടുള്ളതാണ്, മാത്രമല്ല നൃത്തവും സംഗീതവും എത്രമാത്രം എന്താണ് ഒരുപാട് റെസ്പെക്റ്റ് കൊടുത്ത് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത് പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു ആർട്ട് ഫോം ആണ് എന്നുള്ളൊരു ഐഡിയ ആണ് ഇതിൽ മെയിനായിട്ട് പറഞ്ഞു പോകുന്നത്. ആൻഡ് ഫോർ സിമ്പിൾസ് വി ഹാവ് മാധവി ഹെർസെൽഫ് ഹു ഈസ് എ സിമ്പിൾ ഓഫ് എക്സെപ്ഷണൽ ടാലൻറ്റ് ആൻഡ് ബ്യൂട്ടി ആൻഡ് ആർട്ടിസ്റ്റിക് എക്സലൻസ്, ആൻഡ് ദ ട്യൂട്ടർ ഹു symbolize knowledge, expertise and guidance. And we have imagery, we have the lines talking about Madhavi's beauty and charm, and also the significance and grandeur of the performance of dance. And coming to poetic devices, we have repetition. Guided by the exact convention of the text is a phrase that is repeated a number of times in the poem. ആ ഒരു റെപ്പറ്റേഷൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇത്രമാത്രം എന്താണ് ട്രഡീഷനും റൂൾസും അനുസരിച്ച് ഈ ഒരു ആർട്ട് ഫോം പെർഫോം ചെയ്യണം എന്നുള്ളൊരു കാര്യമാണ് റെപ്പറ്റേഷനിലൂടെ ആ ഒരു കാര്യം നമ്മളെ ഓർമ്മിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. ആൻഡ് വി ഹാവ് അലിട്രേഷൻ ആൻഡ് ഇമേജറി ആൻഡ് മെറ്റഫർ ലൈക്ക് വി ഡിസ്കസ് ബിഫോർ. And to talk about the narrative style, again this is just a recap of whatever we have discussed before. Like here the protagonist is Madhavi, who is actually a minor character in Chilapadikaram. But then she is given prominence here. Her journey of dancing as a courtesan, how she dedicated 7 years of her life to dancing and singing and enhancing her beauty, and how her tutor is an expert in dance tradition who adheres to the rules of folk and classical style, and whose expertise is very elaborately given in the poem.
And he is someone who can distinguish different gestures when it comes to different mime and dance. And then we have her music teacher who harmonizes the dance with his lute and hute, who displays versatility. And we also have references to her poet who composes different unique work, who knows the flows of writing mistakes that most often poets do in his time, and he focuses on creating unique work for the dancer and the music teacher to give harmony to. And then we also have the drummer's description and how he is an expert in creating music out of different instruments, which can aid in Madhavi's dance. So, thus, the first performance is a very captivating narrative that celebrates the beauty and grace of dance and music. Like I said before, it has references of mythology, art, culture, and actually portrays the journey of a very talented dancer who is guided by an equally knowledgeable tutor. And that is the beauty of the poem itself. So, I hope this was clear. Do share your comments and like the video and subscribe my channel if you haven't already for more content. Thank you.